വയുസ്തറത്തു കൗനു സാദി ഭക്ഷണവും വറാഹിലത്തി അവൻ്റെ വാഹനവും ആകണം എന്ന നിബന്ധനയുണ്ട്. വിമാതുക്കറമാഹുമ റാഹിലത്തും സാദുവിന് കുറേ ബസ്സിൽ അപ്പോൾ എപ്പോഴാണോ സാദും റാഹിലത്തും ഓനിക്ക് ഉണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാകുമെന്ന് പറയുന്നത് അവിടെ അത് രണ്ടും ആവുകളോടുകൂടെയാണ്. ഫാദിലൈനി അന്തൈനിഹി അവൻ്റെ കടത്തത്തൊട്ടും ബമുനത്തി മൻ അലൈഹി നഫഖത്തുഹും ഇവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചിലവുകളെ തൊട്ടും മുദ്ദത്ത ദിഹാബിഹി വ ഇയാബിഹി അവൻ്റെ ആ പോക്കുവരവിൻ്റെ പിരീഡിൽ ആ പിരീഡിൽ അവന് ചെലവ് കൊടുക്കേണ്ടവരുടെ മേലെ അവർക്കുള്ളതും അവൻ്റെ കടവും എന്നിട്ട് മിച്ചം വന്ന ബാലൻസ് വന്നതിലായിരിക്കണം സാദും റാഹിലത്തും അവനക്ക് വാങ്ങേണ്ടതും. അങ്ങനെ ഭക്ഷണം ഉണ്ടെങ്കിൽ അവന് പോകേണ്ടതുള്ളൂ. വൽ മുഅനത്തു തശ്മലു നഫഖത്തൽ മദ്കൂറത മേലെ പറയപ്പെട്ട ആ ചെലവിനെയും ഉൾക്കൊള്ളും. ഫിൽ മുഹററിലും വഗൈരിഹ മുഹററിലും ഈ മസ്അലുണ്ട്. വഗൈറഹ ഇപ്പറഞ്ഞ മുഹററിൽ പറഞ്ഞതിനെയും മുഹററിൽ പറഞ്ഞതല്ലാത്ത മുഹററിൽ ആ പറഞ്ഞത് പോക്കുവരവിൽ കുറച്ച് വ്യത്യസ്തമായ രീതികൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കുടുംബങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് ചെറിയൊരു ചർച്ച അവിടെ വന്നിരുന്നു. അപ്പോൾ ആ മൊത്തത്തിൽ മുഹററിലും കൂടെ ഇന്ന ചെലവ് കൂടെ വന്ന് പറഞ്ഞിരുന്നു. അതും അതല്ലാത്തതും ഇവിടെ വരും. ചെലവ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഉദ്ദേശം. ഏതുവരെ കിസ്വ പോലെ ചെലവിൽ ഇപ്പോൾ കിസ്വ വസ്ത്രം വിട്ടിട്ടുണ്ട്. വസുവാൻ ഫിദ്ദൈനിൽ ഹാലി അവധി ഇറങ്ങിയ ധനമാവട്ടെ അല്ല മുഅജ്ജലാവട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ലിഅന്നഹു നാജിസുൻ അത് പിന്നെ അവധി ഇറങ്ങിയ കടം നാജിസാണ്, പെട്ടെന്ന് വീട്ടണം. വൽ ഹജ്ജു അല തറാഹി ഹജ്ജ് തറാഹി സാവകാശമാണ്. പിന്നെ വൽ മുഅജ്ജലു സമാണ് അവധി നിശ്ചയിക്കപ്പെട്ടതുമാണെങ്കിലും ശരി. ലിഅന്നഹു ഇദാ സ്വറഫ മാ മാഹുലൽ ഹജ്ജ് ഇപ്പോൾ കട അവധി ഇറങ്ങിയിട്ടില്ല, 2 മാസം കഴിഞ്ഞിട്ടാണ് ഉള്ളത്. പക്ഷെ ഓൻ്റെ കയ്യിലുള്ള പണം എന്ത് ചെയ്തു, ഓന് ചിലവഴിച്ചാൽ ഈ 2 മാസം കഴിഞ്ഞിട്ട് കട എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഫഖദ് യഹില്ലു അജലു അവധി ഇറങ്ങും. വലാ യജിദു മാ യഖ്ലി ബിഹി ദൈന കടം വീട്ടുന്നുണ്ടാവില്ല. വഖദ് തഹ്തരിമുഹുൽ മനീയത്തു അപ്പോൾ തഹ്തരിമുഹുൽ മനീയത്തു എന്ത് ചെയ്യും? മരണം ഓനെ ബാധിക്കാം. ഫതബഖാ ദിമ്മത്തുഹു മർഹൂനത്തൻ അവൻ്റെ ഉത്തരവാദിത്തം അവിടെ പണയപ്പെടുത്തപ്പെട്ട് കിടക്കും. അപ്പോൾ അത് പ്രയാസമാണ്. വലൗ കാന മാലുഹു ദൈനം ഫീ ദിമ്മത്തി ഇൻസാനിൻ വല്ല ഒരു മനുഷ്യൻ്റെ ദിമ്മത്തിലും അവൻ്റെ മാല് ദൈനായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫൈൻ നമുക്ക് തന്നെ തഹ്സീലു ഫിൽ ഹാലി കിട്ടിക്കഴിഞ്ഞാൽ കൽ ഹാസുലി കരസ്ഥമായതുപോലെയാണ്. കിട്ടിയാലൊക്കെ ഇല്ല കിട്ടിയിട്ടില്ല, കിട്ടുമെന്നുള്ള സാധ്യതകളോ അതൊന്നും ഇവിടെ പറയണില്ല. കിട്ടിയോ എന്നാൽ ഓൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നതുപോലെയാണ്. ഇല്ല ഫക്കൽ മഅദൂം അല്ലെങ്കിൽ ആ പൈസ തന്നെ ഇല്ലാത്തതുപോലെ തന്നെയാണ്. അത് ഇന്നൊരാളരികിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവനക്ക് എന്താവില്ല, പൈസ കിട്ടൂല. കിട്ടിയാലേ കൊണ്ടുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ കയ്യിൽ ഉള്ള പണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വലസഹു ഇഷ്തിറാത്തു കൗനിഹിൽ മദ്കൂരി അൽ ഫാദിൽ അമ്മാ ദുക്കിറ പറയപ്പെട്ടതിനെ തൊട്ട് മിച്ചം വന്ന പണം. എന്തിൻ്റെ മിച്ചം വന്ന? അവൻ്റെ ചിലവ്, അവൻ ചിലവ് കൊടുക്കലേൻ്റെ ചിലവ്, അവരുടെ ഫുഡ്, പിന്നെ അവരുടെ വസ്ത്രം, ഇതിനെ തൊട്ടൊക്കെ മിച്ചമായി ആകാമെന്ന് പറഞ്ഞല്ലോ. അത് ഫാദിലൻ ഐലൻ മേലെ പറഞ്ഞ സംഗതികളെ തൊട്ട് മിച്ചമാവേണ്ടതുപോലെ തന്നെയാണ്. അൻമസ്കനിഹി അവൻ്റെ പാർപ്പിടത്തെ തൊട്ടും വ അബദിൻ ഒരു സർവൻ്റ് യഹ്താജു ഇലൈഹി ലി ഖിദ്മതിഹി അവൻ്റെ സർവീസിന് ആവശ്യമാകുന്ന ആ അടിമയെ തൊട്ടും അത് മിച്ചമാവണം. ലി സമാനത്തിഹി അവനക്ക് വാദമുണ്ട്. അവ മൻസ്വിബിഹി അല്ലെങ്കിൽ ഓനക്ക് അത്ര വലിയൊരു പൊസിഷനുണ്ട്. ഓങ്ങനെ ഒറ്റക്ക് കടയിൽ പോണ്, സാധനം വാങ്ങണ്, അലക്കണ്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്, അതുകൊണ്ട് മൻസിബിനോട് യോജിച്ചതല്ല. അപ്പം അതിനൊരു സെർവൻ്റ് വേണം. സാനി പറയാണ്. ഏത് സാനി? വല്ല അസ്വഹു എന്ന് പറഞ്ഞാൽ അസ്വഹിൻ്റെ മുഖാബല പറയാണ്. ലാ യുസ്തറത്തു അത് ഷർത്താക്കപ്പെടുകയില്ല. ബൽ അലൈഹി അവനക്ക് നിർബന്ധമാണ്. ബൈഉഹുമ അതിനെ രണ്ടിനെ എന്ത് ചെയ്യാം? അവനക്ക് വാങ്ങൽ നിർബന്ധമാണ് എന്ന് പറയാം. വയക്തഫി ബിൽ ഇക്തിറായി പിന്നെ അതൊക്കെ അവനക്ക് വേണം, വാങ്ങൽ നിർബന്ധമാണ്. അവൻ വേണമെങ്കിൽ അവനക്ക് വാങ്ങാം.
പക്ഷെ ഇത് അതിനെ ബാധിക്കില്ല എന്നുള്ളതാണ് അസഹിൻ്റെ മുക്കാബില അറിയുന്നത്. വക്ഫി ബിൽ ഇക്തിറായി, അതെന്തായാലും മതി, വായ്പ വാങ്ങലും കടം വാങ്ങലും കൊണ്ടൊക്കെ മതിയാവും. വൽ ഖിലാഫു, ഇപ്പോൾ ഇവിടെ ഖിലാഫ് എന്താണ്? ഫീമാ ഇദാ കാനത്ത് ദാറു, അവൻ്റെ വീട് ആയോടത്താണ് മുസ്തഗ്രിഖത്തല്ലി ഹാജത്തി, അവൻ്റെ ആവശ്യത്തിന് വീട് അങ്ങോട്ട് ഇസ്തിഗ്റാഖാണ്, ആ വീട് അവൻ്റെ ആവശ്യത്തിന് ഇങ്ങോട്ട് വേണം. വക്കാനത്ത് സുക്കിന മിസിലിഹി വൽ അബ്ദു അബ്ദ മിസിലി വക്കാനത്ത് സുക്കിന മിസിലി, ഓൻ്റെ പോലത്തെ ആളുകൾക്ക് സൂട്ടായൊരു വീടാണ്. വൽ അബ്ദു അബ്ദ മിസിലിഹി, ഓൻ്റെ പോലത്തെ ഒരാൾക്ക് പറ്റിയതാണ്. അപ്പോൾ ഫമ്മായിദ അംകന ബൈഇൽദാരി, വീട് ഫുള്ള് വേണ്ട, കുറച്ച് ചെറിയൊരു ഭാഗം എനിക്ക് മതി. വഫാസമന ബിമൂനത്തിൽ ഹജ്ജി, എന്നാൽ ഹജ്ജിൻ്റെ മൂനത്ത് കൊണ്ട് അതിൻ്റെ സമന് വാഫിയാകുകയും ചെയ്തു. ഔ കാനാ നഫീസീൻ, അല്ലെങ്കിൽ രണ്ടും അതെന്താണ്? നല്ല മൂല്യവത്താണ്. ലാ ഇലിയഖാനി ബി മിസ്ലിഹി, ഓനെ പോലത്തെ ആളുകൾക്ക് അത് യോജിക്കൂല എങ്കിൽ, അങ്ങനെ ആണെങ്കിലോ എന്നിട്ട് വലവു അബുദലഹുമ, അപ്പോൾ അതിനെ മാറ്റിമറിച്ചാൽ ലവഫ മതിയാവും. ലവഫ തവാബുത്തു ബി മൂനത്തിൽ ഹജ്ജ്, അപ്പോൾ ഹജ്ജിൻ്റെ വിലകൾ ചെലവുകൾ എന്ത് ചെയ്യും? ഏറ്റി വ്യത്യാസപ്പെടും. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ ഓനക്ക് ഇപ്പോഴുള്ള വീട് ഒന്ന് അധിഷ്ഠൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ട് ആക്കി ഒപ്പിച്ചു കൊണ്ടുപോയിട്ട് അവനക്ക് ബാക്കിയുള്ള പൈസയും കൊണ്ട് ഹജ്ജിനെ തികയുമെങ്കിൽ എന്താ പറഞ്ഞത്? ഫൈനഹു യൽസമുഹു ദാലിക ജസ്മാ, അപ്പോൾ പിന്നെ അത് നിസ്സംശയം അതെന്ത് ചെയ്യും? അത് സ്വഹിയാകും. വലാ യൽസമു യഅതി ഫി നഫീസൈനിൽ മഅലൂഫൈനി അൽ ഖിലാ വലാ യൽസമു യഅതി ഫി നഫീസൈനിൽ മഅലൂഫൈനി, ഈ ഖിലാഫ് എവിടെ കടന്നു വരില്ല? അവനക്ക് മഅലൂഫായ നഫീസായതുണ്ടാവും, അവൻ്റെ വീട് ഓൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഓനക്ക് മാനസികമായിട്ട് അങ്ങനത്തെ ഒരു സാധനത്തോടാണ് ഉള്ളത്. അപ്പോൾ പിന്നെ അതിനൊഴിവാക്കിയിട്ട് എന്ത് ചെയ്യണ്ട? ഓന് ഹജ്ജിന് പോകണ്ട. അതാണ് മഅലൂഫൈനി എന്ന് പറഞ്ഞാൽ അവനോട് നല്ല ഇണങ്ങിയ, അതാണ് വലാ യൽസമു അയ്യത്തിയ ഫി നഫീസൈനിൽ മഅലൂഫൈനി അൽ ഖിലാഫു അവിടെ വരില്ല. അൽ ഖിലാഫു ഫിഹിമ ഫിൽ കഫാറത്തി, കഫാറത്തിൽ സംബന്ധിച്ച് വരുന്നൊരു ഖിലാഫുണ്ട്. ആ ഖിലാഫ് എന്താവില്ല, ഇവിടെ വരില്ല. കാരണം എന്താ? ലി അന്ന ലഹ ബദലൻ, കഫാറത്തിന് നിന്നുണ്ട്, ബദലുണ്ട്. ഫലഹു ഖാലഹു ഫിർ റൗള മുഅ്തറിളം ബിഹി ഖൗല റാഫി ലാ ബുദ്ദ മിൻ ഔദിഹി ഹുന, അവിടെ റൗളയിൽ അവിടെ ഒരു ഖിലാഫ് ഉദ്ധരിച്ചിട്ട് കഫാറത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സ്ഥലത്ത് ഒരു ഖിലാഫ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കഫാറത്ത് എന്താവില്ല, ആ ഖിലാഫ് ഇവിടെ എന്താവില്ല, കടന്നു വരില്ല. കാരണം കഫാറത്തിനക്ക് ബദൽ കൊടുക്കുക. ഒരു കഫാറത്ത് പറഞ്ഞു, അല്ല വേറെ ഇപ്പോൾ എവിടെ കഫാറത്ത് പറഞ്ഞാൽ അടിമനെ മോചിപ്പിക്കണ കഫാറത്ത് പറഞ്ഞപ്പോൾ ഇല്ല, ഓനക്കത് ഓനോട് മഅലൂഫായ അടിമയാണ്, അപ്പോൾ ഇല്ല, ഈ അടിമനെ മോചിപ്പിക്കാനില്ല, എന്നാൽ വേറെ മാർഗം നോക്കാം. എന്നാലും അവിടെ അത് നിർബന്ധമാണ്. പക്ഷെ ഇവിടെ ഒരു അടിമ ഉണ്ട്, ആ അടിമനെ ഒഴിവാക്കിയിട്ട് അവൻ ഹജ്ജിന് പോകണോ? അല്ല, അവൻ ഹജ്ജിന് പോകണമെന്നില്ല. അപ്പോൾ അവിടെ എന്താ, അവിടെ അടിമേന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കഫാറത്തിന് വേറെയും മാർഗങ്ങളുണ്ടല്ലോ, 3 തരത്തിൽ കഫാറത്ത് കൊടുക്കുക. ഇവിടെ പിന്നെ അതില്ല. അപ്പോൾ അവിടെ പറഞ്ഞ ഖിലാഫ് എന്താവില്ല, അതിങ്ങോട്ട് കടന്നു വരില്ല. ഇനി വേറെ ചർച്ച. ഓക്കെ. വൽ അസ്വഹു, ഏറ്റവും അസ്വഹ് അന്നഹു യൽസമുഹു സ്വറുഫു മാലി തിജാറത്തിഹി ഇലൈഹിമ, കച്ചവട സമ്പത്തിന് തിരിക്കൽ നിർബന്ധമാണ്. ഇലൈഹിമ ഐ ഇലസാദി വറാഹില, ഭക്ഷണത്തിലേക്കും അവൻ്റെ വാഹനത്തിലേക്കും. ബിമാദുക്കറമാഹുമ, അതിനോടുകൂടെ പറഞ്ഞ അസാദും റാഹിലത്തുമായി ബന്ധപ്പെട്ട് റാഹിലത്തിൽ മഹ്മിലും, പിന്നെ അതുപോലെ തന്നെ കനീസൊക്കെ പറഞ്ഞല്ലോ അതോടുകൂടെ. അതായത് സാദ് റാഹിലത്ത് എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റഗറി, ആ കാറ്റഗറിൻ്റെ തഹ്തിൽ വരുന്നതൊക്കെ അതിൽ കൂട്ടി വായിക്കാം. വഫാറക്കൽ മസ്കന വൽ അബിദ, ഇത് മസ്കനിനോടും അബിദിനോടും ഈ മസല വ്യത്യാസമാണ്. ലിയന്നഹുമ മുഹ്താജുൻ ഇലൈഹിമ ഫിൽ ഹാലി, അതിനക്ക് ഒരു പ്രത്യേക അവസ്ഥയിലാണ്, അതിലേക്ക് ഒരു ഫിൽ ഹാലിലാണ് അതിലേക്ക് ആവശ്യം. വഹുവ ഇന്നമാ യുത്തഖദു ദഖീറത്തുൽ മുസ്തഖ്ബിലി, ഇത് മുസ്തഖ്ബിലേക്ക് ആവശ്യമായിട്ട്. അപ്പോൾ കച്ചവടം എന്ന് പറഞ്ഞാൽ അത് പിന്നീട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇന്ന് പറ്റും പോയി ചെയ്തു തരാം. അല്ല കച്ചവടം മുതലോ അത് പിന്നെ ഭാവിയിലേക്കല്ലേ. അപ്പോൾ ഇതോ ജാദും റാഹിലത്തും മസ്കനും ഒക്കെ അതിപ്പോൾ എനിക്ക് വേണം, വീടില്ലാതെ താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ഈ 2 വ്യത്യാസം അതിലുണ്ട്. അപ്പോൾ എല്ലാ അടിമനെയും പെരയും വിറ്റിട്ടൊന്നും ഹജ്ജിന് പോകണമെന്ന് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. എന്നാൽ കച്ചവടം മുതലോ അതിൽ ചർച്ചയാണ് വരുന്നത്. ഫസാനിലാൽസമുഹു,
ഇല്ല. കച്ചവടം മുതൽ എൻ്റെ അതിന് മാല് സൊർഫ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. അല്ല അൽത്തഹക്കബിൽ മസാക്കീന് ഓനെ മസ്കീനുമാരോട് ഇൽഹാഖ് ആവാതിരിക്കാൻ വേണ്ടി. വലൗ കാന ലഹു മുസ്തഖല്ലാത്തുൻ യുഹസ്വിലു മിൻഹുമാ നഫഖതഹു ലസിമഹു ബൈഉഹുമാ വസ്സർഫുഹാ ഇലാ മാ ദുക്കിറ ഫിൽ അസ്വഹി അയ്ളാ. അടുത്തെന്താ? വലൗ കാന ലഹു മുസ്തഖല്ലാത്തുൻ, ഓനക്ക് നല്ല ഗൊല്ലാത്ത്, മുസ്തഖല്ലാത്ത് റവന്യൂ വരുമാനമുണ്ടാക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. യുഹസ്സിലു മിൻഹാ നഫഖതഹു, എന്നാൽ അതിൻ്റെ അതുകൊണ്ട് ചിലവിനെ കരസ്ഥമാക്കാൻ പറ്റും. എന്നാൽ ലസിമഹു ബൈഹുമ, അതിനെന്ത് ചെയ്യുക? ഓനക്ക് വിൽക്കാം. വസ്വർഫുഹാ ഇലാ മാ ദുക്കിറ ഫിൽ അസ്വഹി, എന്നിട്ട് ഓനെന്ത് ചെയ്യുക? പറയപ്പെട്ടതിലേക്ക് അതിനെന്ത് ചെയ്യുക? മാറ്റാം. അപ്പോൾ റവന്യൂ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ വയലോ പിന്നെ ഈത്തപ്പഴങ്ങളോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. വലാൽസമുൽ ഫഖീഹ ബൈഉ കുത്തുബിഹി, വേറെ ചർച്ച. വലാൽസമുൽ ഫഖീഹ, പണ്ഡിതനിക്ക് നിർബന്ധമില്ല ബൈഉ കുത്തുബിഹി, അവൻ്റെ കിതാബുകൾ വിൽക്കൽ, ലിൽ ഹജ്ജി, ഹജ്ജിന് വേണ്ടിയിട്ട്, ഫിൽ അസ്വഹി, അസ്വഹിൽ. കാരണം എന്താ? ലി ഹാജത്തിലേഹ, പണ്ഡിതൻ അതിലേക്ക് തൻ്റെ ഗ്രന്ഥങ്ങളിലേക്ക് ആവശ്യക്കാരനാണ്. എല്ലാ യകൂനു ലഹു മിൻ കുല്ലി കിതാബിൻ നുസ്ഖത്താൻ. സുബ്ഹാനല്ലാഹ്, എത്ര മൈന്യൂട്ടായിട്ടാണ് മഹാന്മാർ പറയുന്നത്. എല്ലാ യകൂനു ലഹു മിൻ കുല്ലി കിതാബിൻ നുസ്ഖത്താൻ, ഓരോ നുസ്ഖയിലും ഈ 2 നുസ്ഖ ഓരോ കിതാബിനും ഉണ്ടെങ്കിൽ ഫയൽസമുഹു ബൈഉ ഇഹ്ദാഹുമാ, രണ്ടിൽ നിന്നൊന്ന് വെക്കൽ നിർബന്ധമാണ്. ലിഅദമി ഹാജത്തിഹി ഇലൈഹ, രണ്ടിലേക്ക് ആവശ്യമില്ലല്ലോ. ദക്കറഹു ഫി ശർഹിൽ മുഹദ്ദബിൽ അത് പറഞ്ഞിട്ടുണ്ട്. വലൗ മലക മാ യുംകിനുഹു ബിഹിൽ ഹജ്ജു, ഹജ്ജിനക്ക് മുംകിനായതിനൊരാൾ മലക്ക് ചെയ്തു. വഹ്താജ ഇലൻ നിക്കാഹി, നിക്കാഹിലേക്ക് ആവശ്യമാകുന്നു. ലി ഖൗഫിഹിൽ അനത്ത് പറയുന്നതിന്. അതായത് എന്ത് ഒരാൾ ഇപ്പോൾ ഇതുണ്ട്, അടിമയുണ്ട്, നിക്കാഹിലേക്ക് ഓനെന്ത് അടിമയ്ക്ക് ആവശ്യമുണ്ട്. ലി ഖൗഫിൽ അനത്ത, ഓനെന്ത് ചെയ്തു? അനത്ത്, ഈ വ്യഭിചാരത്തൊക്കെ ഭയന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അടിമനെ ഓൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ അടിമനെ വിറ്റ് കഴിഞ്ഞാലോ, അടിമനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ഹജ്ജിനുള്ളതൊക്കെ തികയും. പക്ഷേ വ്യഭിചാരം ഭയക്കുന്നു. ഫസ്വറഫുൽ മാലി നിക്കാഹ് യഹമ്മു, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓൻ്റെ മുതൽ അടിമാക്കാം, അല്ലെങ്കിൽ നിക്കാഹ് ചെയ്യാൻ വേണ്ടി വെച്ച പണമാക്കാം. ആ പണം നിക്കാഹ്ക്ക് പണം വെച്ച് കല്യാണം കഴിക്കണോ ഹജ്ജിന് പോകണോ ചർച്ച. ഫസ്വറഫുൽ മാലി ഇല നിക്കാഹി അഹമ്മു, അഹമ്മാണ് സ്വറഫുൽ മാലി നിക്കാഹ്, നിക്കാഹിലേക്ക് പണം തിരിച്ചു വിടലാണ് അഹമ്മ്. ലി അന്നൽ ഹാജത ഇലൈഹി, അതിലേക്കുള്ള ആവശ്യം നാജിസത്തുൻ, അത് പെട്ടെന്ന് ഉളരി വീടേണ്ട മുഞ്ചസാണ്. വൽ ഹജ്ജു അല തറാഹി, മേലെ നമ്മൾ പറഞ്ഞല്ലോ ഹജ്ജ് എന്ത് ചെയ്യുക? തറാഹി, സാവകാശം ചെയ്യാം. വസ്വറഹൽ ഇമാമു ബിഅദമി വുജൂബിഹി അലൈഹി, അതൊരു വുജൂബില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്വറഹ കസീറു മിനൽ ഇറാഖിയീന, ഇറാഖി പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അവർ തസ്രീഹ് നടത്തിയിട്ടുണ്ട്. വഗൈറുഹും, ഇറാഖി പണ്ഡിതന്മാരല്ലാത്തവരും ബി വുജൂബിഹി, അത് വുജൂബാണെന്നുള്ളത്. വസ്വഹഹു ഫി റൗള, റൗളയിൽ എന്ത് ചെയ്തിട്ട് അതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ലിമാം എന്ന് പറഞ്ഞാൽ ഇമാമുൽ ഹറമൈനി അവർ തസ്രീഹ് പറഞ്ഞിട്ടുണ്ട് എന്താ? വുജൂബില്ല എന്നുള്ളത്. എന്നാൽ ഇറാഖി പണ്ഡിതന്മാരൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ ഉദ്ധരിക്കലൊന്നും അധികം ഉദ്ധരിക്കൽ ഉണ്ടാവില്ല. അപ്പോൾ മുത്തമതായ മസല അങ്ങനെയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നിക്കാഹിൻ്റെ അത്ര ആവശ്യമായതാണ്. അനത്തിനെ ഭയന്നതുകൊണ്ട്, വിചാരത്തെ ഭയക്കുക എന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ സമൂഹത്തിന് തന്നെ ഒരാൾ വിവാഹിതനാവാൻ തയ്യാറായി കഴിഞ്ഞാൽ സമൂഹത്തിന് ബാധ്യതയാണ് അവനക്ക് മഹർ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരാൾ ഹജ്ജിനൊക്കെ ആയിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അവൻ്റെ മേലിൽ ഓനെ ഹജ്ജിന് കൊണ്ടുപോയാൽ നിർബന്ധമൊന്നുമില്ലല്ലോ. പൈസ ഉണ്ടെങ്കിലേ നിർബന്ധമാകുള്ളൂ. പക്ഷേ പൈസ ഇല്ലെങ്കിൽ, ഉണ്ടായിട്ട് പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഹറാമ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനാണ് മുഅ്തമദ്. അപ്പോൾ പൊതുവേ ഇസ്ലാമിൻ്റെ മറ്റു ചില കാഴ്ചപ്പാടുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇമാമുൽ ഹറമൈനി സ്വരീഹാക്കിയതും അതുപോലെ തന്നെ ഇമാം മഹല്ലിയുടെ ആ ഒരു ചായ്വും അനുസരിച്ച് കല്യാണം കഴിക്കാൻ വെച്ച മഹർ എടുത്തുകൊണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ ഓൻ എന്ത് ചെയ്യേണ്ട? ഹജ്ജിന് പോകണ്ട. അനത്തിനെ ഭയക്കുന്നുണ്ടെങ്കിൽ വിചാരത്തില്ല, ഓനക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയും ചുറ്റുപാടും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ പ്രാവശ്യം കല്യാണം കഴിച്ചാൽ അത് ഹജ്ജിന് പോയി കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നല്ല ഹൗഫിയൽ അനത്ത എന്നവിടെ പറഞ്ഞത്.
ഇൻഷാ അല്ലാഹ്.